ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളത് വീട്ടിൽ എത്തിയിട്ടുള്ളത് കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള നാടികാണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എൻ്റെ കൂടെ നിന്നുള്ളത് അജിനാണ്, എൻ്റെ കൊച്ചിൻ്റെ മോനായിട്ടുള്ള അജിനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ തേനീച്ച, വേറെ നമുക്ക് കെമിക്കൽസോ വേറെ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് തേൻ മേടിക്കണമെങ്കിൽ ലോകത്തിരുന്ന് എവിടെ ഇരുന്ന് ഓർഡർ ചെയ്താൽ നമ്മളവിടെ എത്തിച്ചേരാൻ വേണ്ടിയുള്ള കഴിവ് നമ്മുടെ ടീമിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മുടെ കയ്യിലുള്ള തേനീച്ചകൾ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നതിനുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന തേനീച്ചകൾ. നമ്മൾ പല മെത്തേഡ്സിൽ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ നാച്ചുറൽ രീതിയിൽ അല്ല പെട്ടിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇത് ചെറുതേനൊക്കെ കൂടുതൽ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ചെറുതേൻ ഓക്കെ, ചെറുതേനാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കുറേ എണ്ണത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നമ്മൾ പഴയ ഒന്ന് വേസ്റ്റ് വന്ന് നമ്മൾ ആ പൊട്ടിയ ചട്ടിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇതും അതുപോലെ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ എത്ര കൂടുണ്ട് മൊത്തം ഇവിടെ ടോട്ടൽ? 50 കൂടെ വരെ അടുപ്പിച്ചുണ്ട്. 50 കൂടെ ഏകദേശം ഉണ്ട്. ഇത് ഒരു മുളയിൽ ചെയ്തിട്ട് അത് കമൂല. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നീ ബോട്ടണി എന്തോ കഴിഞ്ഞിട്ടുള്ളൂ. ബോട്ടണി കഴിഞ്ഞിട്ട് കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല കുറച്ച് എക്സ്പെരിമെന്റ്സ് അങ്ങനെയൊക്കെ പ്രോജക്റ്റ് ബേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നീ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ്? നമ്മള് കുറച്ച് ഒരു തേനീച്ച കൂടും, പിന്നെ കുറച്ച് ചെടികളുണ്ടെങ്കിൽ നമുക്ക് ഓരോ വർഷവും 2 കൂട് വീതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവന്റെ ഇവിടെ നമ്മൾ കൂടുതലായി കാണപ്പെടുന്ന ചെടികൾ കുറച്ച് എന്തോ ഇതിന് കൂടുതലും മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ല പ്യൂരിറ്റി ആയിട്ടുള്ള തേന നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലും ഫ്ലവറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുണ്ട്. അതുപോലെ പേര, പിന്നെ നമ്മളിവിടെ നിറച്ച് ചെടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിറച്ച് ചെടി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വേനൽ സമയമായിട്ട് ഇപ്പോൾ കുറച്ച് ചെടികൾ എമൗണ്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ അതാ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിറച്ച് പൂക്കുന്ന ചെടികളൊക്കെ ഇവിടെയൊക്കെ നിറച്ചുണ്ട്, മരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിളുത്ത് വരുന്ന ഇലയിൽ നമുക്കിത് കിട്ടാറുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഏകദേശം ഇതൊരു 5 വർഷം, ഒരു 6-7 വർഷം ആവുന്നുണ്ട്. 6 വർഷം ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇതാണ് നമ്മുടെ തേനീച്ചകൾ. അപ്പോൾ ഇത് നമ്മുടെ തേനീച്ച കൂട് കൊടുക്കാൻ വേണ്ടിയുണ്ടോ? തേനീച്ച കൂട് കൊടുക്കണമെന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വന്നെടുക്കാം. അല്ലാതെ നമുക്ക് തേനീച്ച കൂട് നമ്മൾ എന്തായാലും കൊറിയർ അയക്കാറില്ല. അപ്പോൾ തേനീച്ച കൂട് കൊറിയർ അയക്കില്ല. തേനീച്ച മാത്രമാണ്, അല്ല തേന് മാത്രമാണ് നമ്മൾ ഓൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ബുക്കിലൊക്കെ ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് ബുക്കിൻ്റെ ഇടയ്ക്ക് വരെ തേനീച്ച കൂട് വെച്ച് അതിൻ്റെ വരെ പരീക്ഷിച്ചിട്ടുള്ള ആളാണ് ഇവൻ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ കാണാൻ വേണ്ടി ഇപ്പോൾ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തേനീച്ചകൾ ഇതിനെ നമുക്കിനി വ്യത്യസ്തമായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുമല്ലോ അതിൽ പറയണം. ഓക്കെ, അപ്പോൾ നമ്മൾ തേനീച്ചകളൊക്കെ ഓപ്പൺ ചെയ്ത് കാണും. തേനീച്ചയുടെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും തേനീച്ച. എന്നാലും തേനീച്ച ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി ഇപ്പോൾ ഫ്രണ്ട്സ് അടുത്ത് വീടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ലൈറ്റ് ഇടുന്ന പോലെയാണ് ഇവ എല്ലാ ഭാഗത്തും കൂടുണ്ടാക്കി വെച്ചിട്ടുള്ളത്. അടുത്തൊരു കൂടാണ് ഇവിടെ ഇരിപ്പുള്ളത്. ഇതും തേൻ കൂടാണ്. ഇതെല്ലാം ചെറുതേനാണ്. വലിയ തേൻ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവന് അതിൽ നിന്നുണ്ട് സാധാരണ അതൊന്നും വീടിന് ചുറ്റും മൊത്തം വെച്ചാൽ കിട്ടുന്നതിന് ഒരു 100 ഇരട്ടി ലാഭമാണ് ഇതിൽ കിട്ടുന്നില്ല. നമുക്ക് ലാസ്റ്റ് ടൈം ഏകദേശം ഒരു പെട്ടിയായിട്ട് നിറച്ച് പോയില്ലേ, അതൊന്നും നിറച്ചുകൊണ്ടായിരുന്നു. നിറച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്യാനുകളിലാക്കി അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ നമുക്ക് ഒരു അതിശയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഒരിടത്തും കണ്ടില്ലാത്ത കാര്യമാണ് ഒരു കുറച്ച് വേസ്റ്റ് വരെ ഇവൻ കൂട്ടിയിരുന്നു. എൻ്റെ വീട്ടുകാർ ഇവിടെ കുറച്ച് വേസ്റ്റ് കൂട്ടിയിരുന്നു. അപ്പോൾ അതിനെ വരെ എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ? സാധാരണ നമ്മൾ ഇതിനെങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യുമെന്നല്ലേ ആലോചിക്കുന്നത്. പക്ഷേ അവിടെ ഇവൻ മാറി ചിന്തിച്ച് ഇവൻ ചിന്തിച്ച് എന്താണ് അവിടെ വരെ നമുക്കൊരു തേനീച്ച ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കുറേ നമുക്ക് തേന് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ തേനീച്ചയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കൂടുതൽ ഓപ്പൺ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനകത്ത് നിറച്ച് തേനുണ്ട്. ഇതിനകത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം കുറേ തേൻ കിട്ടിയല്ലേ? ഓക്കെ, ഇത് കണ്ടാൽ ഇരിക്കണമെന്നേ ഉള്ളൂ. 1 ലിറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് 1 ലിറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കൂടുകളെല്ലാം പരിചയപ്പെടാൻ വേണ്ടി പോകാം. അടുത്ത് വീട്ടിൽ കത്തിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന വേസ്റ്റ് അടിയിലാണ് ഇവൻ റെഡിയാക്കി എടുത്തിട്ടുള്ള അടുത്തിരിക്കുന്നത്. ഇത് മറ്റേ സ്വിച്ച് ബോർഡ് ഉണ്ടായിരുന്നല്ലേ? സ്വിച്ച് ബോർഡിന് വരെ ഇവ ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തരുന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തരണ്ട, നമ്മളതൊന്നും ഉപയോഗിക്കുന്നില്ല. ഉള്ളതിന് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അല്ല, ഇവിടെ ഇരിപ്പുണ്ട്. അത് അവിടെ മെഴുക് അവിടെയും നടക്കൂടാ. നല്ലൊരു കോളനിയാണ്. ഇതിന്റെ മെഴുക് തന്നെ കണ്ട എൻട്രൻസ്. എൻട്രൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം വലുതാണോ നമുക്ക് അങ്ങനെ നോക്കാം. എൻട്രൻസിൽ വരുന്ന ഈച്ചയെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അത് കുറച്ച് വലുതാക്കി കൊടുക്കും കുറേ പേരുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, ഏകദേശം കണ്ടു. ഇതിൻ്റെ അവിടെ നോക്കി നമുക്ക് മനസ്സിലാക്കണ്ട ഈച്ചകൾ വന്ന് ഇറങ്ങി പോകുന്നുണ്ട. ഇതൊക്കെ അജിൻ്റെ തേനീച്ചകൾ. ഇവനെ കണ്ട അറിയാല്ലേ, നിന്നെ കാണാൻ വരുമല്ലോ ഇതൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഒരു PVC പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. PVC പൈപ്പും പിന്നെ ഒരു PVC പൈപ്പും ചിരട്ട, അതും വലിയ സിമ്പിൾ ആക്കിയല്ലേ? ഓക്കെ, PVC പൈപ്പും ചിരട്ടയും വെച്ചിട്ട് അതിൽ എന്താണ് ഒട്ടിച്ചിട്ടുള്ളത്? ഇതിൽ അത് മാസ്കിംഗ് ടേപ്പ്, സെലോ ടേപ്പോ എന്തുണ്ടായിരുന്നാലും അതിന് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് ഒരു കൂടാക്കി എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതിന് ഇത് കെട്ടുമ്പോൾ അത് പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ചർവി പോവുകയും ചെയ്യില്ല. അതുകൊണ്ട് ജസ്റ്റ് ഓക്കെ
ഇത് കാണുമ്പോഴും നമുക്കൊരു വിസ്മയം ചെലുത്തുന്നതാണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വേറൊരിടത്ത് മാത്രം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇതൊക്കെ പുതിയ തലമുറ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെയാണ് ഓപ്പണിംഗ് വരുന്നത്. ജാമ്പ ഉണ്ട് ഇതിലൊന്ന്. മെഡിസിനൽ പ്ലാന്റ്സ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് മരുന്ന് നമ്മൾ സാധാരണ നമുക്കുള്ള കസ്റ്റമേഴ്സ് കൂടുതലും നമ്മുടെ ഫാർമസ്യൂട്ടിക്കലായിട്ട് വരുന്നത്, നമ്മൾ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്ന യൂസ് ചെയ്യുന്നവരാണ് നമ്മളെ കൂടുതൽ മേടിക്കുന്നത്. കാരണം അവർക്ക് ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഫോമയാണ്. സാധാരണ നമ്മൾ പുറത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാറില്ല. നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അല്ലേ. അവർ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അല്ലാതെ നമ്മൾ കമ്പനി ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ കുഞ്ഞു ആൾക്കാർക്ക് കുറച്ച് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കും. അത് നമ്മൾ കാണിക്കുന്ന നമ്പർ അവസാനം കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിൽ നമുക്കുള്ളവർക്ക് നമ്മൾ ബന്ധപ്പെടുന്നവർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ തേനിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അജിൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അജിൻ്റെ നമ്പർ പറയാം. അജിൻ്റെ നമ്പർ ജസ്റ്റ് പറഞ്ഞു. എൻ്റെ നമ്പർ 87 14 53 65 87. ഓക്കെ, അപ്പോൾ ഞാൻ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ചിലർക്ക് അത് നോക്കാൻ അറിയില്ലായിരിക്കും, ചിലർക്കൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ തന്നെ നമ്പർ പറഞ്ഞിട്ടുള്ളത്. സ്ഥലം വന്നിട്ട് കട്ടക്കോട് നാടുകാണി എന്നുള്ള പ്ലേസ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് വരണമെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്തിട്ട് വരാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ്. ഇവനെ വിളിച്ച് ശല്യപ്പെടുത്തിട്ട് കാരണം ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് ഇവന് സമയം കാണില്ല. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലേ. പിന്നെ വാട്സപ്പ് നമ്പർ ഉള്ളത്. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് മെഡിസിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണല്ലേ. കാരണം അവർക്ക് ഏറ്റവും പ്യൂർ ഫോം എത്തണം. അതുകൊണ്ടാണ് നമ്മൾ ഇവൻ തന്നെ ചെയ്യുന്ന ഒരു രീതിയിൽ ഇവൻ്റെ ഒരു ആവശ്യത്തിനൊക്കെ മെഡിസിനൽ പ്ലാൻസ് എന്നുള്ള മാത്രമാണ്, അല്ല വേറെ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പറ്റിപ്പൊന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ഓർഡർ ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ശരിക്കും ഓർഡർ വന്നാലും തരാൻ പറ്റില്ല. കാരണം നമുക്ക് തരുന്നവർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ തരും. ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ ആൻഡ് അജുൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.